എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഒരു ചക്ക എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ. അതിനായി ഞാനൊരു 25 ചുള നല്ല മൂത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കുരു കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായി അരിഞ്ഞു വയ്ക്കുക. ഒരു 8-10 ചക്കക്കുരു തൊലി കളഞ്ഞ് നുറുക്കി ഇതിലിട്ടാൽ ഈ ചക്ക എരിശ്ശേരിക്ക് കുറച്ചുകൂടി സ്വാദ് കൂടുതലുണ്ടാവും. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ചക്കച്ചുളയും കുരുവും എല്ലാം കഴുകി അതിലേക്ക് ഇടുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു 1.5 ഗ്ലാസ് വെള്ളം എന്നിവയൊഴിച്ച് കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. നല്ല ഒരു ചക്ക എരിശ്ശേരിയാണിത്. ഇനി ഇതിൻ്റെ അരപ്പിനായി ഒരു മുറി നാളികേരം, ഒരു 8 ചുവന്നുള്ളി, 1 ടീസ്പൂൺ ജീരകം എന്നിവ നല്ലതുപോലെ അരച്ചു വയ്ക്കുക. ഒരു 2 ടീസ്പൂൺ നാളികേരം അത് വറവിടുന്നതിനായി മാറ്റി വയ്ക്കണം. കുക്കറിലെ ആവി പോയതിന് ശേഷം കുക്കർ തുറന്ന് അത് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ഒന്ന് ഉടച്ച് ചേർക്കണം. ചക്കക്കുരുവും ചുളയുമെല്ലാം ചെറുതായി ഒന്ന് ഉടച്ച് ചേർത്തിരിക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക. നല്ലതുപോലെ ഇളക്കുക. പിന്നീട് അത് തിള വരുമ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഒരു ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളക് ചെറുതായി കഷ്ണങ്ങളാക്കി അതിലിടുക. പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ നാളികേരം, ഒരു 2 തണ്ട് കറിവേപ്പില എന്നിവയും ഇട്ട് നല്ലതുപോലെ ഇളക്കുക. ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. ഇത് നല്ല മൂത്ത ചക്കയായതുകൊണ്ട് ഒരു ചെറിയ ഒരു മധുരം ഉണ്ടായിരിക്കും. അത് ഈ ചക്ക എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഇത് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് അത് സെർവിങ് ബൗളിലേക്ക് ഒഴിക്കാം. നല്ല സ്വാദിഷ്ടമായ ഒരു ചക്ക എരിശ്ശേരിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.